ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ജൂലൈ 13 മുതൽ മാധ്യമങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്ന കുറേ വാർത്തകളുണ്ട്. ആ വാർത്തകളെല്ലാം കടന്ന് ഇപ്പം മാധ്യമങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്, ഇപ്പം എന്ത് വാർത്തയിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നൊരു വീഡിയോ ആണിത്. അതിന് മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ കഴിഞ്ഞ ജൂലൈ 13 ആമയിഴഞ്ചാം തോട്ടിലൊരു ആക്സിഡൻ്റ് ഉണ്ടായി ജോയി എന്ന് പറയുന്ന വ്യക്തിക്ക്. ആ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ ആ ഒരു വാർത്തയുടെ പുറകെയായിരുന്നു. അതിനുശേഷം നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് വന്ന വാർത്തയാണ് ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിൽ അർജുനും ലോറിയും ഉൾപ്പെടെ മിസ്സിംഗ് ആയി എന്നുള്ളത്. ഇപ്പോഴും അത് എവിടെ എത്തി നിൽക്കുന്നു എന്ന് പോലും അറിയാൻ പാടില്ല. ഇപ്പോഴും അർജുനെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ജൂലൈ 16 ആ ഒരു സംഭവം നടന്നത്. അതിനുശേഷം പിന്നീടുള്ള കുറേ ദിവസങ്ങളിൽ മാധ്യമങ്ങളും നമ്മളും എല്ലാം ഒരു വാർത്തയുടെ പുറകെയായിരുന്നു. കർണാടക സർക്കാർ ഏകദേശം അവിടുത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച മട്ടിലേക്ക് എത്തിയപ്പോഴാണ് ജൂലൈ 30 വയനാട്ടിലെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത്. വയനാട്ടിലെ വൈത്തിരി താലൂക്കിലെ, അതായത് മേപ്പാടിയിലെ മുണ്ടക്കൈ, ചൂരമല, വെള്ളരിമല എന്നീ പ്രദേശങ്ങളെയാണ് ഈ ലാൻഡ് സ്ലൈഡിങ് ബാധിച്ചത്. റിപ്പോർട്ടുകളുടെയും കണക്കുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ 336 ഫാറ്റലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ 397 പേർക്ക് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഇപ്പോഴും 78 പേരോളം മിസ്സിങ്ങുമാണ്. വയനാട്ടിലെ ഇത്രയും വലിയ ദുരന്തവും ദുരിതാശ്വാസവും മാധ്യമങ്ങളിൽ ഈ ദുരന്തത്തെ പറ്റിയുള്ള ചർച്ചകൾ, അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള സഹായഹസ്തങ്ങളെ പറ്റിയുള്ള ചർച്ചകളും സഹായവും പുനരധിവാസവും മറ്റു കാര്യങ്ങളും എല്ലാമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ഓഗസ്റ്റ് 19 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. അതിനുശേഷം വയനാടിൻ്റെ കാര്യം പത്രത്തിലേതെന്നുപോലെ ഒരു സൈഡിലൊരു കോളത്തിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സിനിമാ മേഖലയെ മൊത്തത്തിലൊന്ന് ഉലച്ചുകൊണ്ടായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇതിൽ വലിയ പുതുമയൊന്നും തോന്നിയില്ലെന്ന് പലരും പറഞ്ഞിരുന്നെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ സിനിമാ മേഖലയെ സാരമായിട്ട് ബാധിച്ചു എന്ന് നമുക്ക് മനസ്സിലായി. റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത് സിനിമാ മേഖലയിൽ ലൈംഗിക ചൂഷണവും ലിംഗാനീതിയും ഉണ്ടെന്നുള്ളൊരു വാർത്തയാണ്. റിപ്പോർട്ടിൽ മുഴുവൻ പേജുകളും പുറത്തു വന്നിട്ടില്ല, അതിനകത്തുള്ള പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്നിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ ഒരു ബലത്തിൽ ഒരുപാട് പേർ പരാതികളും ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു. AMM എന്ന് പറയുന്ന സംഘടന ആടി ഉലഞ്ഞു. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ടുള്ള പല പ്രമുഖരും ഇതിനകത്ത് ആരോപണ വിധേയരായിട്ടുണ്ട്. സിദ്ദിഖ്, രഞ്ജിത്ത്, ജയസൂര്യ, മുകേഷ്, ഇടവേള ബാബു, ബാബുരാജ്, സുധീഷ്, അങ്ങനെ ഈ നിര ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഈ റീസെൻ്റായിട്ട് നിവിൻ പോളി വരെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. AMMയുടെ കാര്യം എടുത്താൽ ആദ്യം സിദ്ദിഖ് രാജിവെച്ചു. പിന്നീട് കണ്ടത് AMMയിലെ എല്ലാ അംഗങ്ങളും കൂട്ടത്തോടെ രാജിവെക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ പേര് വിവരങ്ങളൊന്നും പുറത്തുവിടാതെ വന്ന ഒരു റിപ്പോർട്ടിന് ഇത്രയേറെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും ആ പേര് വിവരങ്ങൾ കൂടി പുറത്തുവിടണമെന്നാണ് പറയാനുള്ളത്. ഏതായാലും വയനാട്ടിലെ ദുരന്തവും ദുരിതാശ്വാസവും എല്ലാം വിട്ട് ഹേമ കമ്മിറ്റിയുടെ പുറകെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് പുതിയൊരു കാര്യം വന്നത്. 2-3 ദിവസമായിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് PV അൻവർ MLA ആണ്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും സർക്കാരിനെയും അതുപോലെ തന്നെ CPMനെയൊക്കെ പ്രതിസന്ധിയിലാക്കുന്ന വെളിപ്പെടുത്തലുകളുമായിട്ടാണ് PV അൻവർ MLA ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. MLA പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ ഒരു മാഫിയ സെറ്റപ്പിലാണ് പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനകത്ത് SP-യും ADGP-യും എല്ലാവരും പെടുന്നുണ്ട്. MLA ഉന്നയിക്കുന്ന പ്രധാന ആരോപണം സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. മുൻകാലങ്ങളിൽ കസ്റ്റംസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സുജിത് ദാസിന് കസ്റ്റംസുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. നൂതന സംവിധാനങ്ങളുള്ള കസ്റ്റംസിന് കടത്തിക്കൊണ്ടുവരുന്ന സ്വർണ്ണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. പക്ഷേ MLA പറഞ്ഞതനുസരിച്ച് സ്വർണം കടത്തിക്കൊണ്ടുവരുന്ന ക്യാരിയേഴ്സിനെ ഇവർ കാണുന്നുണ്ടെങ്കിലും അവരെ പുറത്തേക്ക് കടത്തിവിടുകയും എന്നിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പോലീസുകാർക്ക് എത്തിക്കുന്നു. പിന്നീട് SP-യുടെ കീഴിലുള്ള ഡാൻസാഫ് ഈ സ്വർണം പിടിച്ചെടുക്കുന്നു. ഈ പിടിച്ചെടുത്ത സ്വർണം ഇവരെ രഹസ്യ സംഘത്തിലേക്ക് മാറ്റുന്നു. അതിൽ നിന്ന് ഒരു പങ്ക് സ്വർണം മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള സ്വർണ്ണമാണ് പിടിക്കപ്പെട്ടതായിട്ട് കാണിക്കുന്നത്. ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് സുജിത് ദാസിന് കസ്റ്റംസുമായിട്ടുള്ള ബന്ധമാണ്. ഇതിൻ്റെ എല്ലാം തലവനായിട്ട് നിൽക്കുന്നത് ADGP അജിത് കുമാർ ആണെന്നാണ് MLA പറയുന്നത്. ഈ ADGP അജിത് കുമാറിനെ പറ്റി പിന്നീട് പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണമാണ് സൈബർ സെല്ലിനെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെയും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെയും മാധ്യമപ്രവർത്തകരുടെയൊക്കെ ഫോൺ ചോർത്തിയെന്നുള്ളത്. അതിനുവേണ്ടി ഒരു IPS ഉദ്യോഗസ്ഥനെ സൈബർ സെല്ലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ MLA പറഞ്ഞ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് അജിത് കുമാർ കൊല ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നാണ്. കോഴിക്കോട്ടെ ഒരു കച്ചവടക്കാരനായ മാമിയെ കാണാതായിട്ട് 1 വർഷമായി. കൊല ചെയ്യപ്പെട്ടതാവാമെന്നാണ് പറയുന്നത്. ഈ വെളിപ്പെടുത്തലുകളുടെയൊക്കെ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു കാര്യം
സുജിത് ദാസും അൻവർ MLAയുമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണമാണ്. ആ ഒരു ഫോൺ കോളിനിടയിൽ താനൂർ കൊലപാതകത്തെ പറ്റിയൊക്കെ MLA ചോദിച്ചറിയുന്നുണ്ട്. നമ്മളെല്ലാവരും പോലീസിനെ എങ്ങനെയാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്? നമ്മളെ രക്ഷിക്കുന്ന ഒരു കൂട്ടരായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ഈ വാർത്തകളെല്ലാം കേൾക്കുമ്പോൾ അതൊക്കെ അടപടലം മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ MLAയോട് പറയുന്നതാണ് കേട്ടോ. പുള്ളി ഒരു IPS ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് സുജിത് ദാസ് അധികാരത്തിലുള്ള അത്രയും നാൾ MLAയ്ക്ക് ഉപയോഗപ്രദമായ രീതിയിൽ പ്രവർത്തിച്ചുകൊള്ളാവുന്ന, പകരമായിട്ട് MLA കൊടുത്തിരിക്കുന്ന ഒരു മരം മുറിക്കൽ കേസ് പരാതിയുണ്ട്, അത് പിൻവലിക്കണം. ഇവരെല്ലാം പഠിച്ച് പാസ്സായി ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് സത്യപ്രതിജ്ഞയൊക്കെ ചെയ്തിട്ട് കയറുന്നതാണ് ഈ പോലീസ് ഉദ്യോഗത്തിൽ. കേട്ടെടുത്തോളം മനസ്സിലാവുന്നത് അവരെടുത്ത പ്രതിജ്ഞയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവരെല്ലാവരും ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ MLAയുടെ വെളിപ്പെടുത്തലുകൾ സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയൊക്കെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. ഇതിലെടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും അതുപോലെ തന്നെ ADGP അജിത് കുമാറിനെയുമാണ്. കാരണം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരാണ് ഇവർ എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു സംസാരം. ഇവർ ഒരുമിച്ച് ചേർന്നാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് PV അൻവർ MLAയുടെ ആരോപണം. ഭരണപക്ഷത്ത് നിൽക്കുന്ന MLA ആണല്ലോ PV അൻവർ. അതുകൊണ്ട് തന്നെ ഇത് ഭരണപക്ഷത്തെയും ആഭ്യന്തര വകുപ്പിനെയൊക്കെ ശക്തമായിട്ട് പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം മുഖ്യമന്ത്രിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടി PV അൻവർ MLA ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതാണ്. എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെ മൂടിവെക്കാൻ സാധിക്കില്ല. MLA ഇതിനു മുമ്പും ഇതുപോലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അന്നൊക്കെ ഒരു കച്ചവട ലക്ഷ്യത്തിൽ നടത്തുന്നതായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് തോന്നിയത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ ക്രിമിനൽ മൈൻഡുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ ശരിക്കും ഇത് പ്രതീക്ഷയ്ക്ക് വകയുള്ള കാര്യങ്ങൾ തന്നെയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാം, ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA തന്നെ സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയെയും എല്ലാവരെയും പ്രതിസന്ധിയിലാക്കുന്ന ഇത്തരം ഒരു വെളിപ്പെടുത്തലുമായിട്ട് എന്തുകൊണ്ട് ഇറങ്ങിയെന്ന്. അതെന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ കാരണങ്ങളായിട്ട് മാധ്യമങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് 2000 കിലോയോളം വരുന്ന ഇരുമ്പ് വടം അദ്ദേഹത്തിൻ്റെ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു ഇരുമ്പ് വടമാണ്. അത് കാണാതെ പോയി. അതായത് അത് മോഷണം പോയി. MLA പരാതി നൽകിയിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള നടപടികൾ ഉണ്ടായില്ല. ഓർക്കണം, ഇത് പോക്കറ്റിലിട്ടുകൊണ്ട് പോകാവുന്ന സാധനമൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ടും അതിന് വേണ്ട രീതിയിലൊരു നടപടിയെടുക്കാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സാധിച്ചില്ല. പോലീസിൻ്റെ അനാസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് വീടിൻ്റെ തറയിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മണ്ണ് കൊണ്ടുവന്ന ലോറിയെ തടഞ്ഞ് പോലീസ് അത് കസ്റ്റഡിയിലെടുത്ത് 3 മാസത്തോളം പോലീസ് സ്റ്റേഷനിലിട്ടു. 15 ലക്ഷത്തോളം രൂപ ഫൈൻ അടച്ചിട്ടാണ് ലോറി പുറത്തേക്ക് എടുക്കാൻ സാധിച്ചത്. പാടം നികത്താൻ നോക്കി എന്ന പേരിലാണ് പോലീസ് ആ വണ്ടി കസ്റ്റഡിയിലെടുത്തത്. പേപ്പറുകൾ ഉണ്ടായിട്ടും അത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു ഉണ്ടായതെന്നാണ് പറഞ്ഞത്. അത് ലോറി ഉടമയ്ക്ക് EMI മുടങ്ങിയത് ഉൾപ്പെടെയുള്ള ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി. പോലീസിൻ്റെ ഈ ഒരു പ്രവൃത്തികൾ, അതായത് ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ടുള്ള മണ്ണാണെന്ന് പറഞ്ഞിട്ടും അതിനുള്ള പാസ് കാണിച്ചിട്ട് പോലും പോലീസ് ഇങ്ങനെ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി നടത്തിയെങ്കിൽ അത് ഭരണപക്ഷത്തിനെതിരായിട്ടുള്ള അവരുടെ പ്രവൃത്തിയാണെന്നുള്ളത് വ്യക്തമാണ്. അടുത്തൊരു കാര്യം പറയുന്നത് തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഇടപെടൽ. തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിലുള്ള ADGPയുടെ ഇടപെടൽ ബാഹ്യപ്രേരിതമാണെന്ന് VA സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ വെളിപ്പെടുത്തുന്നുണ്ട്. ആ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചതെല്ലാം ഭരണപക്ഷത്തെ സാരമായിട്ട് ബാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനിടയിൽ പറയാൻ വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്, മറുനാടൻ ഷാജോൻ്റെ കാര്യം. പുള്ളി 1.5 കോടിയോ 2 കോടിയോ ഒക്കെ കൈക്കൂലി വാഗ്ദാനം ചെയ്തു എന്നുള്ള ആരോപണം ഇതിനിടയിൽ കാണുന്നുണ്ടായിരുന്നു. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ മറുനാടൻ്റെ ചാനലിൽ വരുന്ന വീഡിയോസ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അൻവർ MLA വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത് ചില പ്രശ്നങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പണ്ട് നമ്മൾ കേട്ടതുപോലെ എവിടേക്കോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്ന് വേണം പറയാൻ. നിലവിൽ മുഖ്യമന്ത്രി ADGPക്കെതിരായിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ തൽസ്ഥാനത്ത് നിന്നും മാറ്റിയിട്ടില്ല. ഇതേസമയം സുജിത് ദാസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് നമുക്ക് ചുറ്റിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഒരു പ്രശ്നം വരുമ്പോൾ ഓടിച്ചെല്ലുന്നത് ഇതുപോലുള്ള പോലീസിൻ്റെ അടുത്തേക്കാണ്. അവരോടുള്ള വിശ്വാസ്യതയാണ് ഇതെല്ലാം കൊണ്ട് മാറിപ്പോകുന്നത്. ഈ വാർത്തയോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് ഈ പറഞ്ഞവരുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരുപാട് ക്രൂരമായ പ്രവൃത്തികളെല്ലാം പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിനെതിരെ എല്ലാം അന്വേഷണം നടക്കട്ടെ. നല്ലവരായ കഴിവുള്ളവരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുള്ള പോലീസ് സേനയാണ്. അതിൽ നിന്ന് ഇതുപോലുള്ള കളങ്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോട്ടെ. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഓടിച്ചെല്ലാനുള്ള ഒരിടമാണ് പോലീസ്. ഏതായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. താങ്ക് യു.